കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ തുടർ പരിപാടി കുറെ നാളായി അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ്. അതിനാൽ ചെറിയൊരു ക്ഷമാപണത്തോടെയാണ് പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുന്നത്. കണ്ണാടിയിലൂടെ വളരെയധികം കോളിളക്കങ്ങളും പ്രതീക്ഷയില്ലായ്മയും ഭാവി രാഷ്ട്രീയ പരിപാടിയെക്കുറിച്ചുള്ള ആലോചനകളും തീരുമാനങ്ങളും അതിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ പഠനാർഹമായ ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള, ഇന്ത്യയിലെ ലോകസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ്. 400-ലധികം സീറ്റ് കരസ്ഥമാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. അവരുടെ നേതൃത്വം കൊടുക്കുന്ന മുന്നണി NDA അധികാരത്തിൽ വരും എന്നായിരുന്നു BJPയും BJPയോടൊപ്പം നിൽക്കുന്ന മറ്റ് ഘടകകക്ഷികളും പറഞ്ഞുകൊണ്ടിരുന്നത്. സാങ്കേതികമായി 272 സീറ്റുകളാണ് ഒരു കക്ഷി ഒരു പാർലമെന്റിലെ ഭൂരിപക്ഷം നിശ്ചയിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിക്കോ മുന്നണിക്കോ മാത്രമേ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തപ്പെടാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു മുന്നണിയുടെ നേതാവിനെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണ് ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതി ക്ഷണിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച BJPയെ NDAയുടെ നേതാവിനെ രാഷ്ട്രപതി മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരം മേൽക്കുകയും ചെയ്തു. ആ അധികാരം മേൽക്കുന്നതിന് മുൻപ് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതെല്ലാം പൊതുജനങ്ങൾക്ക് അറിവുള്ളതായതുകൊണ്ട് അതിലേക്ക് വളരെ വിശദമായി കടക്കുന്നതിന് ഇവിടെ സമയമില്ലാത്തതിനാലും അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വിഷയത്തിന്റെ പ്രാധാന്യം ഉദ്ദേശിക്കുന്നത് അതല്ല, നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടന്നത്. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്തും, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി മറുഭാഗത്തും, ഇത് രണ്ടിന്റെയും മധ്യത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ടുള്ള മത്സരമാണ് നടന്നത്. ഈ മത്സരത്തിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും 18 സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കിക്കൊണ്ട് അവർ വിജയക്കൊടി ഉയർത്തിയിരിക്കുന്നു. അതിൽ 18 സീറ്റിൽ 16 കോൺഗ്രസ്സുകാർക്കുള്ളതാണ്. ശേഷിക്കുന്ന 2 മുസ്ലിം ലീഗിന്റെ സീറ്റ്. പിന്നെ ശേഷിക്കുന്ന 2 സീറ്റ്, ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIM-നും മറ്റൊന്ന് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിലെ NDAയിലെ BJPക്കുമാണ്. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് CPM-ന്റെ വിജയമല്ല, അല്ലെ ആലത്തൂരിൽ നിന്നും വിജയിച്ച നിലവിലെ മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണന്റെ വിജയത്തെക്കാൾ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ചത് ചർച്ച ചെയ്യപ്പെട്ടത് തൃശൂരിൽ നിന്നും വിജയിച്ച BJPയുടെ സ്ഥാനാർത്ഥി സിനിമാ നടൻ കൂടിയായ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയമാണ്. അത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും അതിന്റെ നൂലാമാലകൾ എടുത്ത്
എല്ലാം ഇരു മുന്നണികളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ BJP ജയിക്കാനുണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം എന്ന വിഷയത്തെക്കുറിച്ച് CPM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും അതിനെക്കുറിച്ച് കാര്യക്ഷമമായ ചർച്ചകൾ, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ അത് ഹ്രസ്വമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയധികം വോട്ടുകൾ കേരളത്തിൽ കുറയാനുണ്ടായ കാര്യം? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഒരു സീറ്റ് ലഭിച്ചാൽ ബാക്കി 19 സീറ്റിലും ഇടതുപക്ഷ മുന്നണി തോൽക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകൾ 19 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കരസ്ഥമാക്കിയത്. ഒരു സീറ്റ് മുസ്ലിം ലീഗിന്റെ 2 സീറ്റുകളിൽ 1 സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് മാറിയും തിരിഞ്ഞും വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ BJP തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുകയും CPIM LDF ഒരു സംവരണ സീറ്റിൽ മാത്രം വിജയിക്കുകയും ചെയ്തതിന്റെ രാഷ്ട്രീയ സാഹചര്യം അത് പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. എവിടെയാണ് തകരാറുണ്ടായത്? എവിടെയാണ് അടിയൊഴുക്കുണ്ടായത്? തോക്കുന്നതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ആ കാരണം അതുപോലെ പച്ചയായി ജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് ഏറെക്കുറെ കണക്കാക്കിയിരുന്ന ആറ്റിങ്ങൽ മണ്ഡലം, അതുപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങൾ, പാലക്കാട് പോലുള്ള CPMന്റെ പരമോന്നത സമിതിയായ PB പോളിറ്റ് ബ്യൂറോയിലെ അംഗമായ ശ്രീ വിജയരാഘവൻ മത്സരിച്ച പാലക്കാട് മണ്ഡലം എന്തുകൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത്? ആ പരാജയപ്പെടുന്നതിനുണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പഠന വിധേയമാക്കുകയും അതിനുവേണ്ടി പല ഫോർമുലകൾ കണ്ടെത്തും. ആ ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സാധാരണ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ചും CPM പരിശോധനകൾ നടത്തുന്നതും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നല്ലതുപോലെ തോറ്റു എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അത് ചരിത്രത്തിലാദ്യ സംഭവമാണ്. എന്തുകൊണ്ടാണ് നല്ലതുപോലെ തോക്കുന്നതിനുണ്ടായ കാരണം? പല കാരണങ്ങളുണ്ട്. അതൊക്കെ ഈ വേദി ഇതിനു മുമ്പ് പത്രാധിപരെ പ്രതികരിക്കുന്നു എന്ന വേദിയിൽ പറഞ്ഞതാണ്. വയോധികർക്ക് നൽകിക്കൊണ്ടുന്ന ക്ഷേമ പെൻഷനിൽ 6-7 മാസത്തെ കുടിശ്ശിക വന്നത്, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക വന്നത്, മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കാതെ വന്നത്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ അഴിമതികൾ, ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളുടെയും അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ അഹങ്കാരം, ഇതെല്ലാമാണ് ഇടതുപക്ഷ മുന്നണിക്കുണ്ടായ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ഇനി ഒരു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ മുഖംമൂടി കൊടുത്തുകൊണ്ട് പറയേണ്ടുന്ന കാര്യമില്ല. ഇത് എത്രത്തോളം അവതരിപ്പിച്ചാലും മത്തങ്ങ ചോറിൽ പൊതിഞ്ഞാൽ തിരിച്ചറിയാമെന്ന് പറയുന്നത് പോലെ അതെല്ലാം ഏത് കുട്ടിക്കും തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തെറ്റ് ഏറ്റുപറയുകയും അതിനെ ആവർത്തിക്കാതിരിക്കുകയും ആണ് ചെയ്യേണ്ടത്. വിമർശനവും സ്വയം വിമർശനവും അതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കാരോടാണ് ചോദിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ വിമർശനവും സ്വയം വിമർശനവും
പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട ചക്രങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്വയം വിമർശനവും എവിടെയെല്ലാം പോയി മറഞ്ഞിരിക്കുന്നു. ഇന്ന് നേതാക്കളെ വിമർശിക്കാൻ ഭയമാണ്. അവരുമായിട്ട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ജനവിരുദ്ധമായാലും അതിനെല്ലാം സിന്ദാബാദ് വിളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നതിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആർക്കും ഖേദമുളവാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമിലേക്ക് കണ്ണാടി കിടക്കുന്നത് നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പറിന്റെ ചോർച്ച അത് വളരെ വിവാദമായി വളരെയധികം വാർത്താ പ്രാധാന്യത്തോടെ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ചോദ്യപേപ്പർ ചോരാത്ത ഏതെങ്കിലും ഒരു പരീക്ഷ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ SLC പരീക്ഷ എഴുതുന്നത് 1971-72 അന്ന് മാത്തമാറ്റിക്സിന്റെയും ജനറൽ സയൻസിന്റെയും പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം, അരനൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ പരീക്ഷ മാറ്റിവെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം മാത്സിന്റെയും ജനറൽ സയൻസിന്റെയും ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ടാണ്. അപ്പൊ അന്നല്ല, അതിന് മുമ്പ് 1970 മുമ്പും പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പറിന്റെ ചോർച്ച നടക്കാറുണ്ട്. പലതും മറച്ചു വയ്ക്കുന്നു എന്ന് മാത്രം. മെഡിക്കൽ എൻട്രൻസ് ആയാലും അതുപോലുള്ള മറ്റ് വളരെയധികം പ്രാധാന്യമുള്ള പരീക്ഷകളായാലും അതിൻ്റെ എല്ലാം ചോദ്യപേപ്പർ പണവും അധികാര സ്വാധീനവും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും ഉള്ളവർ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടി, മക്കളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി. ഒരു കാലഘട്ടത്തിൽ വർക്കല വാലി എന്ന് പറയുന്ന കോൺട്രാക്റ്റിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വാങ്ങിച്ച് MBBS-നും എഞ്ചിനീയറിംഗിനും അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ വാങ്ങിച്ച് പഠിച്ച് ഇന്ന് എത്ര എഞ്ചിനീയർമാരുണ്ട്, എത്ര ഡോക്ടർമാരുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂ? അറിഞ്ഞാൽ തന്നെയും അത് വെളിപ്പെടുത്താൻ കഴിയൂ? അത് അവരെ പേരിൽ നടപടിയെടുക്കാൻ കഴിയൂ? ഏതാനും ചില പേരുടെ പേരിലൊക്കെ നടപടിയെടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഈ നാട്ടിൽ എത്രയോ പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന കാര്യങ്ങളാണ്. PSCയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ, വ്യാജമായ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തുകൊണ്ട് ജോലിക്ക് കയറിയ എത്രയോ പേരുണ്ട്. അവർ ചിലരെല്ലാം ചില പേരിൽ നടപടിയെടുക്കുകയും പുറത്താക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതൊന്നും വിസ്മരിക്കുന്നില്ല. ഇതെല്ലാം എല്ലാ കാലത്തും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനുള്ള നിയമത്തിന്റെ പഴുതുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇതൊന്നും ഒറ്റയടിക്ക് ഇല്ലാതാക്കാനോ സുതാര്യമായ ഒരു പരീക്ഷ നടത്തി യഥാർത്ഥ വിജയികളെ തീരുമാനിക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ മറ്റ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വിഷയം, ഒരു നിരപരാധി വളരെയധികം പ്രായം ചെന്ന ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വയോധികൻ കണ്ണൂർ തലശ്ശേരിയിലെ ഇരിഞ്ഞോളിൽ എന്ന സ്ഥലത്ത് ഒരു ബാമ്പ് പൊട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു സ്റ്റീൽ പാത്രം കണ്ട് അത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് ബോംബായിരുന്നു. ആ ബോംബ് പൊട്ടി അദ്ദേഹം മരണമടഞ്ഞു. അവിടെ ഇതുപോലുള്ള അനാഥമായി കിടക്കുന്ന ബോംബുകള്, മറ്റ് പല രൂപത്തിൽ കിടക്കുന്ന ബോംബുകള് എടുത്തു നോക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം വലുതാണ്.
ബോംബ് രാഷ്ട്രീയം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ട് നൂറ്റാണ്ടിലധികമായിരിക്കുന്നു. അതിൽ നിന്നും ആരും വിമോചിതരല്ല. ആരാരെ കുറ്റം പറഞ്ഞാലും ആരാരെ ന്യായീകരിച്ചാലും ആ കുറ്റം പറയുന്നവരും ന്യായീകരിക്കുന്നവരും എല്ലാം ഇതിലെ ഭാഗഭാക്കുകളാണ്. അത് എന്തുകൊണ്ട് കണ്ണൂരിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ മറ്റെങ്ങുമില്ലാത്ത ഇപ്പൊ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയവും മലബാറിലെ രാഷ്ട്രീയവുമായിട്ട് വ്യത്യാസമുണ്ട്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയവും കണ്ണൂർ രാഷ്ട്രീയവുമായിട്ട് വ്യത്യാസമുണ്ട്. അവിടെ രക്തത്തിൽ അവിടുത്തെ പാർട്ടി ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവിടെ രക്തത്തിലൂടെ ഓടുന്നത് ആ പാർട്ടിയുടെ ആശയങ്ങളാണ്, ആ പാർട്ടിയുടെ നയപരിപാടികളാണ്. ആ നിലയിലാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വളർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവിടെ തലച്ചോറിന് ചുറ്റും സിദ്ധാന്തവും പ്രയോഗവും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവിടെ ജീവിത രീതി, അവിടെ ദൈനംദിന പ്രവർത്തനങ്ങള്, പൊതുപ്രവർത്തനങ്ങള് എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പലപ്പോഴും മനുഷ്യത്വം വിറങ്ങലിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. പലപ്പോഴും മനുഷ്യത്വമില്ലായ്മ അവിടെ ദർശിക്കാൻ കഴിയും. എതിരാളികളെ വകവരുത്തുന്നത്, കായികപരമായി വകവരുത്തുന്നത്. അവിടെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾ എടുത്തു നോക്കിയാൽ നൂറുകണക്കിന് ഉസിരന്മാരായ പാർട്ടി പ്രവർത്തകർ, CPM-ന്റെ ആയാലും BJP-യുടെ ആയാലും RSS-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും നൂറുകണക്കിന് ചെറുപ്പക്കാർ അവിടെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയാം, ഈ കൊല്ലപ്പെട്ടവരാരും തന്നെയും ജന്മിമാരുടെയോ മുതലാളിമാരുടെയോ മക്കളായിരുന്നില്ല, സമ്പന്നരുടെ മക്കളായിരുന്നില്ല. സാധാരണ വീട്ടിലെ സാധാരണ അച്ഛൻ്റെയും അമ്മയുടെയും ആ മക്കളായിരുന്നു. അങ്ങനെ അവിടെ രക്തസാക്ഷികളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി അവിടെ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറേയൊക്കെ മാറി കുറെ സമാധാനപരമായ അന്തരീക്ഷം ഒരു പരിധിവരെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സമാധാന സമ്മേളനം, സമാധാന ചർച്ച നടത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സമാധാനപരമായ അന്തരീക്ഷത്തിന് വേണ്ടി, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകള്, സമാധാന കരാറുകള് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു പരിധിവരെ അതും ആ സമാധാനവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു നിരപരാധി ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടാതെ ഇതുപോലുള്ള സംഭവങ്ങൾ, നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഇനി അവസാനിപ്പിക്കാനും അക്രമ രാഷ്ട്രീയം എന്നേക്കുമായി കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ചും BJP-യും RSS-ഉം സംഘപരിവാറും CPIM-ഉം കോൺഗ്രസും, ഈ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതിന്റെ എല്ലാം മുൻനിരയിലുള്ളത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അവർ ഒരുമിച്ചിരുന്ന് ഇത്തരം അക്രമ രാഷ്ട്രീയങ്ങളെ, കൊലപാതക രാഷ്ട്രീയങ്ങളെ അപലപിക്കേണ്ടതും ഇനി ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾ, പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്നും അത് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്.
നന്ദി, നമസ്കാരം.